എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യൂദായുടെ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ സാമൂഹിക ന്യായവിധികളിൽ രണ്ടാമത്തെ ന്യായവിധി ദൂതന്മാർക്ക് നൽകിയ ന്യായവിധിയാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. തിരുവെഴുത്ത് പറയുന്നത് ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ നിൽക്കട്ടെ. അപ്പൊ ദൂതന്മാർക്കൊരു സ്ഥിതി ഉണ്ടായിരുന്നു, അവർക്കൊരു വാഴ്ച ഉണ്ടായിരുന്നു. അത് കാത്തുകൊള്ളാതെ അവരുടെ വാസസ്ഥലം വിട്ടുപോയി. ദൂതന്മാരുടെ പാപത്തെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുള്ളത് കൊണ്ട്. എങ്കിലും ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഈ വേദശാസ്ത്രം പഠിക്കുമ്പോൾ, ഏഞ്ചലോളജി ദൂതശാസ്ത്രം തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ്. അത് വിഭാഗിച്ച് പഠിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. പ്രധാനമായി ദൂതന്മാരെ രണ്ട് ഗണങ്ങളായി മനസ്സിലാക്കാം. ഒന്ന് വീണുപോയ ദൂതന്മാർ, ഫോളൻ ഏഞ്ചൽസ്. മറ്റൊന്ന് വിശുദ്ധ ദൂതന്മാർ. അപ്പോൾ വീണുപോയ ദൂതന്മാരെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. അവരെ ചങ്ങലയിട്ടു എന്ന് മനസ്സിലാക്കാം. അവരെ റിമാൻഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഹോളി ഏഞ്ചൽസ്, അവരെ നമുക്ക് 3 വിഭാഗങ്ങളായി തിരിക്കാൻ കഴിയുന്നുണ്ട്. പഠനാർത്ഥം. ഒന്ന്, വർഷിപ്പിംഗ് ഏഞ്ചൽസ്, ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാർ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, സാറാഫുകൾ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ആർത്ത് ദൈവത്തെ ആരാധിക്കുന്നു. അവരാണ് വർഷിപ്പിംഗ് ഏഞ്ചൽസ് എന്ന് വിളിക്കാം. ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാർ. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിക്കുന്ന ദൂതന്മാരുണ്ട്. അതങ്ങനെ ഒരു പ്രത്യേക ഗണമാണ്. മറ്റൊന്നാണ് പ്രൊട്ടക്റ്റിംഗ് ഏഞ്ചൽസ്, നമുക്ക് സംരക്ഷകരായ ദൂതുവാഹികൾ. ഉദാഹരണം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തന്റെ ദൂതന്മാരുടെ കാവൽ നമുക്ക് തരുന്നു. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് വിടുവിച്ചത് ദൈവത്തിന്റെ ദൂതനാണ്. ദാനിയേൽ പറയുന്നു, ദൈവത്തിന്റെ ദൂതൻ എന്നെ രക്ഷിച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളിൽ, ആപത്ത് ഘട്ടങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് നമ്മൾ അറിയുന്നില്ല, ദൈവം തന്റെ ദൂതന്മാരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് ഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ മറ്റൊന്നാണ് മെസ്സഞ്ചേഴ്സ്, ദൂതുവാഹികളായ ദൂതന്മാർ. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഇവിടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നാൽ, മറിയയുടെ അടുക്കൽ ദൂതൻ വരുന്നു. ദൈവം പറഞ്ഞ മെസ്സേജ്, ദൈവം കൊടുത്ത മെസ്സേജ് പറഞ്ഞു പോകുന്നു. ജോസഫിന്റെ അടുത്ത്, അതുപോലെ സെഖരിയാവിന്റെ അടുത്ത്, കപ്പൽ ചേതത്തിൽ അകപ്പെട്ടിരുന്ന പൗലോസിന്റെ അടുക്കൽ, ഇങ്ങനെ പല ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നു. കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന് പത്രോസിനെ വിടുവിച്ചതും അപ്പോസ്തലന്മാരെ രക്ഷിച്ചതൊക്കെ നമുക്കറിയാം. അപ്പോൾ ദൂതന്മാർ, ദൂതുവാഹികളായ മെസ്സഞ്ചേഴ്സ് ആയ ദൂതന്മാരുണ്ട്, നമുക്ക് ആലോചന നൽകി തരുവാൻ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി
ബാഴ്സയിലായിട്ട് പ്രഭു തടഞ്ഞു. പക്ഷെ ദൂതൻ ഇറങ്ങി വന്നു, അവനോട് പടവെട്ടി മറുപടി നൽകി. അപ്പോൾ ദൂതന്മാരുടെ കാവൽ നമുക്കുണ്ട്. ദൂതന്മാരുടെ സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ നാം യൂദയുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയവരെ, ആ അധികാര സീമയ്ക്കുള്ളിൽ നിൽക്കാതെ പരിധി വിട്ടുപോയവർ, അതിര് കടന്നു പോയവർ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചില ഗവൺമെന്റ് ഓഫീസസുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ട്രസ്റ്റ് പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിക്രമിച്ച് കടന്നാൽ ശിക്ഷാർഹമാണ്. ഇതുപോലെ തന്നെ ഇവർ അതിക്രമിച്ചു, വാസസ്ഥലം വിട്ട് അപ്പുറത്തേക്ക് അതിക്രമിച്ചു കയറാൻ നോക്കി. അവരെ ചങ്ങലയിട്ടു, അന്ധകാരത്തിൽ സൂക്ഷിച്ചു. ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ ദാസനായി വിളിക്കപ്പെട്ടവൻ ദാസനായി തന്നെ ഇരിക്കണം. യജമാനായി വിളിക്കപ്പെട്ടവൻ യജമാനായി തന്നെ ഇരിക്കണം. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ ആയിരിക്കണം. പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ. വിളിക്കാത്ത ചെയ്യാൻ ദൈവം നമ്മെ ആക്കിയിട്ടില്ല. നമ്മെ ഓരോരുത്തരെയും ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അത് വിട്ടുപോകാതെ വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.